कमाल की रिएक्शन. നമസ്കാരം. ഇന്നത്തെ ഹാങ് ഓവർ ഒക്കെ മാറിക്കാണോ? ആർക്കും അങ്ങനെ ഹാങ് ഓവർ ഒന്നും മാറിക്കാണില്ല എന്ന് എനിക്കറിയാം. വീണ്ടും വീണ്ടും സഞ്ജു സാംസന്റെ ബാറ്റിംഗ് എടുത്ത് നോക്കുന്നവരുണ്ടാവാം. വീണ്ടും വീണ്ടും ബുംറയുടെ ആ ലാസ്റ്റ് ഓവർ എടുത്ത് നോക്കുന്നവരുണ്ടാവാം. നമ്മുടെ ഈ പറയുന്ന അക്സർ പട്ടേലിന്റെ ക്യാച്ച് വീണ്ടും വീണ്ടും നോക്കുന്നവരുണ്ടാവാം അല്ലേ? നമ്മുടെ സഞ്ജു സാംസന്റെ അവസാന ആ വിക്കറ്റ് റൺഔട്ട് നോക്കുന്നവരുണ്ടാവാം. കർത്താവേ, എന്നാൽ ആ ഹാങ് ഔട്ട് പെട്ടെന്നൊന്നും മാറത്തില്ല. അതങ്ങനെ തന്നെ നിൽക്കും. കാരണം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ എന്താണ് ആഹ്ലാദിപ്പിച്ച ഒരു നിമിഷമായിരുന്നു അല്ലേ? 254 റൺസ് അടിച്ചിട്ട് പോലും അവസാനം വെറും 7 ഓവറിനാണ് നമ്മൾ ജയിച്ചത് എന്നൊക്കെ ഓർക്കുക എന്നുള്ളതാണ്. അപ്പോ ഇന്ന് നമ്മുടെ ഇന്നലെ നടന്ന കുറച്ച് നമുക്ക് മറക്കാൻ സാധിക്കാത്ത കുറച്ച് മൊമെന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടും കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടെ പാകിസ്ഥാന്റെ കുറച്ച് റിയാക്ഷൻസ് ചിരിക്കാനൊക്കെ ഉണ്ട് കുറെ, അതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ മറന്നു, ഇപ്പോഴേ ഒന്ന് ഞെക്കി പിടിക്കേ, മാത്രം മറന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ. അപ്പൊ ഇന്നലെ നടന്ന ഒരു 7ന്റെ ഒരു കളി നടന്നിട്ടുണ്ട്. ഇന്നലെ മൊത്തത്തിൽ ഒരു 7ന്റെ കളി, ഇന്ത്യ ജയിച്ചത് ഒരു 7ന്റെ കളി. അതിന്റെ കുറെ റെക്കോർഡുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പരക്കുകയാണ്. അത് ഞാനിവിടെ ഒന്ന് വായിക്കാം. ഇന്നലെ ഇന്ത്യ വൺ ദ മാച്ച് ബൈ 7 റൺ. ഇന്ത്യ 7 റണ്ണിന് ജയിച്ചു. ഇന്ത്യ വൺ ദെയർ 7th മാച്ച് ഇൻ ദ ടൂർണമെന്റ്. ഈ ടൂർണമെന്റിൽ 7ാമത്തെ ജയമായിരുന്നു ഇന്ത്യയുടെ. ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ബോത്ത് ടീംസ് ലോസ്റ്റ് 7 വിക്കറ്റ്. രണ്ട് ടീമിനും എന്ത് ചെയ്തു? 7 വിക്കറ്റ് വീതം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ടോപ്പ് സ്കോറർ ഓഫ് ഇന്ത്യ സഞ്ജു സാംസൺ സ്മാഷ്ഡ് 7 സിക്സസ്. സഞ്ജു സാംസൺ എന്ത് ചെയ്തു? 7 സിക്സ് അടിച്ചു. ടോപ്പ് സ്കോർ ഓഫ് ഇംഗ്ലണ്ട് ബദേൽ സ്മാഷ്ഡ് 7 സിക്സസ്. അവരുടെ ടോപ്പ് സ്കോറർ ആയ ബദേലും എന്ത് ചെയ്തു? 7 സിക്സ് അടിച്ചു. സഞ്ജു സാംസൺ വൺ ദ 7th പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ഫോർ ഇന്ത്യ. 7ാമത്തെ സഞ്ജു സാംസന്റെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡാണ്. മനസ്സിലായോ? സാംസൺ സ്കോർഡ് ഹിസ് 7th T20 ഹാഫ് സെഞ്ചുറി ആസ് വിക്കറ്റ് കീപ്പർ. മനസ്സിലായോ? അങ്ങനെ 7ാമത്തെ വിക്കറ്റ് കീപ്പർ ആയിരുന്നുകൊണ്ട് 7ാമത്തെ പിന്നീട് ഹാഫ് സെഞ്ചുറിയാണ്. ബദേൽ നൗ 7th ഇംഗ്ലണ്ട് പ്ലെയർ ടു സ്കോർ T20 സെഞ്ചുറി. 7ാമത്തെ ഇംഗ്ലണ്ട് പ്ലെയർ ആണ് T20 സെഞ്ചുറി നേടുന്നത്. ബദേൽ സെഞ്ചുറി ഈസ് ദ 7th സെഞ്ചുറി ഇൻ ദ ടൂർണമെന്റ്. മനസ്സിലായി? ഈ ടൂർണമെന്റിലെ 7ാമത്തെ സെഞ്ചുറിയാണ് ബദേലിന്റെ സെഞ്ചുറി. ഇന്ത്യ വൺ ദെയർ 7th ICC മാച്ച് അറ്റ് വാങ്കഡെ. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു 7ന്റെ കളിയായിരുന്നു ഇന്നലെ എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ കുറച്ച് മൊമെന്റ്, നമുക്ക് മറക്കാൻ പറ്റാത്ത, നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് മൊമെന്റുകൾ എല്ലാം കൂടി ചേർത്ത് റീൽ ഞാൻ കണ്ടത്. ഇവിടെ വയ്ക്കാം. ഇതാണ് ആ റൺഔട്ട് അല്ലേ? ആ റൺഔട്ടിലാണ് ഇന്ത്യ കളി ജയം ഉറപ്പിച്ച റൺഔട്ടാണിത്. മനസ്സിലായോ? ആ ബൗൾഡ് ക്യാച്ച്, ഈ ക്യാച്ച് കേട്ട ഒരിക്കലും ആരും മറക്കാത്ത അക്സർ പട്ടേലിന്റെ കിട്ടില്ല ക്യാച്ച്. മനസ്സിലായോ? ബുംറയുടെ ഓവർ, അക്സർ പട്ടേലിന്റെ വീണ്ടും ആദ്യത്തെ ക്യാച്ച്. സഞ്ജു സാംസന്റെ 6 അല്ല ക്യാച്ച് എടുത്തത്, തിലക് വർമ്മ ക്യാച്ച് എടുത്തത്. ഇന്ത്യ വിൻ ബൈ 7 വിക്കറ്റ്. ഇതായിരുന്നു ഇന്ത്യയുടെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഇന്നലെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റും. സത്യം നമ്മൾ മറക്കാൻ പറ്റാത്തൊരു കേസ് സഞ്ജു സാംസൺ തന്നെ പറഞ്ഞല്ലേ, നമ്മുടെ ബുംറയെ കുറിച്ച്. ബുംറയുടെ ആ ഒരു ബൗളിങ്, അവനില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ തീർന്നു കേട്ടോ. ഇന്ത്യയുടെ ബൗളിംഗ് ഒട്ടും ഒരു പ്രശ്നമില്ല. ബുംറയെ നമ്മൾ അർഷദീപ് സിംഗിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ്, വളരെ മോശമാണ്. ഈ പറയുന്ന നമ്മുടെ വരുൺ ചക്രവർത്തിയെ മാറ്റണോ, വരുൺ ചക്രവർത്തിയും ഈ പറയുന്ന അഭിഷേക് ശർമ്മയും മാറ്റണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളിവിടെ കമന്റ് ചെയ്യുക. അഭിഷേക് ശർമ്മ, വരുൺ ചക്രവർത്തി ഇവരെ അടുത്ത ഫൈനലിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ടോ? നിങ്ങളുടെ ആൻസറൊക്കെ നോക്കിയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് വരാം എന്നുള്ളതാണ്. ഓക്കെ, എന്റെ അഭിപ്രായം ഞാൻ അപ്പോൾ പറയാം. ഇനി ഈ പറയുന്ന സഞ്ജു സാംസൺ വെറും 4 കളികളെ കളിച്ചിട്ടുള്ളൂ. അതിൽ നോക്കണം, മോസ്റ്റ് സിക്സസ് അതിൽ 4ാമത്തെ ആളായിട്ട് മാറിയിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഫില്ലനാണ് 20, പിന്നെ സിമോൺ ഹെറ്റ്മേയർ 19, പിന്നെ മറ്റേ ഫർഹാൻ 18, സഞ്ജു സാംസൺ 16. പക്ഷേ സഞ്ജു സാംസൺ വെറും 4 കളികളെ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി ഒരു നമ്മൾ എപ്പോഴും എല്ലാ ക്രിക്കറ്റ് വരുമ്പോഴും ഒരു ഫിലിമിന്റെ ഡയലോഗ് അല്ലെങ്കിൽ ഒരു സീൻ എടുത്ത് വെച്ചിട്ട് ഈ ഹിന്ദിക്കാരന്മാർ കുറെ വിറ്റികൾ ഉണ്ടാക്കും. അടിപൊളിയാണ്, അതുപോലെ വരും. ഇപ്പൊ ഇന്നലെ ഇന്ത്യ ജയിച്ചപ്പോ അവന്മാരുണ്ടാക്കിയ ഒരു സാധനം ഇവിടെ വെക്കാം. इंग्लैंड को हरा के फाइनल में पहुंच गए। फाइनल में पहुंच गए। जीत तो हम कब कहते हैं, फालतू में जोर लगा रहे थे ये लोग। ये संजू बैक टू बैक क्यों मार रहे हैं भाई? संजू बैक टू बैक मार रहा है। संजू
और संजू क्या, जो आता था कुल्ला करता था, मार के जाता था। 253 बना दिए तुम लोगों ने। अरे इनके लिए तो 300 बनाने चाहिए थे, वो तो बॉलिंग हमारी अच्छी थी। ये बुमराह हार्दिक नहीं होता हम लोग रन बना लेते ना। ये बुमराह हार्दिक क्यों थे मैच में? तो वे क्या धोनी के साथ खड़े रहते क्या? थाला, अरे कब तक ये हार्दिक को बुमराह लास्ट के ओवर में कम रन देकर जिताते रहेंगे? और अब अक्षर पटेल उड़ उड़ के कैच ले रहा है, सुपरमैन बन के कैच ले रहा है। बापू सुपरमैन बन गए? हाँ, अंग्रेजों को भगाने के लिए का बापू ही काम आएंगे हमेशा। പക്ഷെ ഈ ഒരു സീൻ ഉണ്ടല്ലോ, ഈ ഒരു സീന് മിക്ക കളികളിലും ഇന്ത്യ ജയിക്കുമ്പോൾ ഇവന്മാര് ഡബ് ചെയ്തിറങ്ങും, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇത് തന്നെ അക്ഷർ പട്ടേലിന്റെ കേസ് സൂപ്പർമാൻ ബൻ കെ എന്നുള്ള കേസും ഇപ്പൊ സഞ്ജു സാംസന്റെ കേസ് രവീന്ദ്രൻ ഒന്ന് തുടർച്ചയായിട്ട് അടിച്ചോണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടെ. പക്ഷെ വളരെ ഇത് എല്ലാ കളിയിലും ആക്ട് ആണെന്ന് തോന്നുന്നു. എപ്പോഴും കാണുമ്പോൾ ഇത് ഇങ്ങനെ അടിപൊളിയായിട്ട് എടുത്തു. പക്ഷെ അടുത്തൊരു കളിയാകുമ്പോൾ ഇതേ സിറ്റുവേഷന് ഇതേ സീൻ തന്നെ യുവമാര് വീണ്ടും വേറെ ഡയലോഗ് എടുത്തിട്ട് കൊണ്ട് സൂപ്പർ ആയിട്ട് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മുടെ പാകിസ്ഥാന്റെ കരച്ചിൽ കാണാം, കുറച്ച് പാകിസ്ഥാന്റെ കരച്ചിൽ. ഇവപ്പം കാണിക്കാൻ പോകുന്നവൻ എപ്പോഴും ഇന്ത്യക്കെതിരായിട്ട് വരികയും ഈ പറയുന്ന ഇവനാണെന്ന് തോന്നുന്നു, മറ്റേ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് പാകിസ്ഥാനെ ജയ് പിടിച്ചോണ്ട് വരുന്നത്. അവന്റെ കരച്ചിൽ, ഇന്നലെ ഇന്ത്യ ജയിച്ചപ്പോ ഇവന്റെ കരച്ചിൽ കാണാം. क्यों क्यों इंडिया जीता है? क्यों ഇന്ത്യ എന്ത് ജയിച്ചത്? क्यों इंडिया जीत गया? क्यों जीत गया? क्यों क्यों जीता इंडिया? क्यों जीता इंडिया? क्यों കാണുമ്പോ फाइनल में पहुंच गया? फाइनल में पहुंच गया? क्यों 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 फाइनल में इंडिया क्या करूं? തലയിലിട്ട് ഇങ്ങനെയൊക്കെ അടിക്കുക. നീയൊക്കെ നിക്കറിനകത്ത് തോക്കൂട്ടറിൽ അടക്കണം, നിങ്ങൾക്ക് തീവ്രവാദികളുടെ രാജ്യമില്ല. തലയെടുത്ത് വെടിവെയിടേ, ആ തോക്കെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് വെടിവെയി, അത് കാണട്ടെ. ഇനിയിപ്പോ അതും ചെയ്യേണ്ടി വരും. എന്തിനു ഈ ആക്ടിങ് കാണിക്കുന്നത്? എന്തിന് ഇന്ത്യ ജയിച്ചാണ്? എങ്ങനെ ഇന്ത്യ ജയിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഇനി നമ്മുടെ മുഹമ്മദ് അമീർ ഉണ്ടല്ലോ, ഇന്ത്യ സെമിയിൽ കയറുക, ഇന്ത്യ ഫൈനലിൽ കയറുക, പിന്നീട് അഭിഷേക് ശർമ്മ സ്ലോഗറാണ്, ഇന്ത്യ പിന്നീട് ഇന്ത്യയുടെ ബാറ്റിംഗ് കൊളാപ്സ് ആവുന്നു, തേങ്ങയാവുന്നു, മാങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഇന്ത്യ ഫൈനലിൽ കയറിയപ്പോ എല്ലാം മാറിയിട്ട് ലെവന്റെ ഡയലോഗ് നമുക്ക് വെക്കാം. संजू जिस तरह से बैटिंग की है ना, वो तो कंप्यूटर में बैटिंग कर रहा था. स्पिनर हो, पेसर हो, उसने मोमेंटम इतना तेज कर दिया ना, जो आमिर ने बताया कैच छूटने के बाद. और जोफ्रा आर्चर ने दिल खोल के खाई है मार, बहुत पिटा है भाई. इस मैच में डिफरेंस जो था, बैटिंग का भी ठीक था, लेकिन संजू देखिए विकेट कीपिंग भी खामोशी से करके चला गया, पता भी नहीं चला. बात नहीं की. इतना जबरदस्त कंपोज प्लेयर, इतना काम, बैटिंग, पूरी बैटिंग का मोमेंटम जो बनाया, वो बनाया सेमीफाइनल और फाइनल का. मेरे ख्याल से मैन ऑफ द टूर्नामेंट ही वही होना चाहिए, संजू. അവര് പറയുന്നുണ്ടോ സഞ്ജുവിനെ കുറിച്ച്? ഇപ്പം പാകിസ്ഥാനോട് ഇന്ത്യ അല്ല, ലോകം മൊത്തം സഞ്ജുവിനെ ഇപ്പം വാനോളം പൊഴുത്തുകയാണ്. ഈ പറയുന്ന രണ്ട് മാൻ ഓഫ് ദി മാച്ച് ആയി. ഇനി ഫൈനലിലും മാൻ ഓഫ് ദി മാച്ച് ആവാൻ തന്നെ മാൻ ഓഫ് ദ ടൂർണമെന്റ് അതും ആരായിരിക്കണം? സഞ്ജു സാംസൺ തന്നെ ആകണം. എനിക്ക് അങ്ങനെ തോന്നുന്നു. സഞ്ജു സാംസന്റെ ആ ഒരു കളി കണ്ടിട്ട് സഞ്ജു ഇവിടെ ഫൈനൽ ഇനി ഒരു സഞ്ജു എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരിക്കലും ഞാൻ തൃപ്തനല്ല, ഇനി ഒരു കളി കിട്ടണം. എനിക്കും പറയണ്ട, ഒരു കളി, വൺസ് മോർ, എക് ബാർ ഓർ, ഒരിക്കൽ കൂടി മതിയാകും. പിന്നെ ഏവനെങ്കിലും പറയാം, നിന്നെ T20 എടുത്ത് ഇറങ്ങിയ നീ മാറിയില്ലടാന്ന് പറയാം. ഏതെങ്കിലും ചുണയിലൊത്ത വരണ നോക്കട്ടെ നീ. മനസ്സിലായോ? സൗത്ത് ഇന്ത്യയിലും ഉണ്ടടാ അടിക്കാനുള്ള ആൾക്കാര് എന്നുള്ളതാണ്. സഞ്ജു സാംസന്റെ ഇന്നിങ്സ് നോക്കിയോ? സഞ്ജു സാംസൺ 4 കളികൾ മാത്രം 232 റൺസ്, 77 അവന്റെ ശരാശരി, 2 50s, ടോപ്പ് സ്കോർ 97. മതിയാ? അല്ല, ഇത് മതിയോ? ഇനി സഞ്ജുവിന് വേണ്ടിയിട്ട് ഗാലറിയിൽ നിന്ന് ആരവങ്ങൾ കാണണ്ടേ? കേക്കൂ. ഇനി ഏറ്റവും വിറ്റൊരു കേസ് പറയാൻ നമ്മുടെ ധോണിയുടെ ഭാര്യ ഉണ്ടല്ലോ, സാക്ഷിയുടെ ആഹ്ലാദ പ്രകടനം ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട്, കിട്ടിയരാ. ओवर में बहुत ज्यादा रन छोड़ देंगे अपने गेंदबाजों के लिए. മനസ്സിലായോ? അതായത് ബുംറയുടെ ബോൾ അവൻ ഗ്രൗണ്ടിൽ തട്ടിയാണ് ബുംറ പിടിക്കുന്നത്. അപ്പൊ സാക്ഷി വിചാരിച്ചുകൊണ്ടാണ് ഔട്ടാണ് എന്ന് പറഞ്ഞ അവളെ ആഘാതിച്ചങ്ങ് തുള്ളിച്ചാണ്. അപ്പോഴാണ് ഈ പറയുന്ന പിന്നെ ധോണി പറയുന്നത് അല്ല വേണ്ട ഔട്ടല്ല. ഇത് ധോണി സാക്ഷിയെ കുറിച്ച് പല കേസുകളും പറഞ്ഞു. ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്താണ്, വൈഡ് ബോളായിരുന്നു. വൈഡ് ബോളിൽ ഇവനെ ഇറങ്ങി അടിക്കാൻ പോയപ്പോൾ വൈഡ് ബോളിൽ പിടിച്ച് സ്റ്റംപ് ചെയ്തു.
അപ്പൊ സാക്ഷി പറഞ്ഞു ഇല്ല അത് ഔട്ടല്ല തിരിച്ചു വിളിക്കുന്നു. അപ്പം ധോണി പറഞ്ഞു ഇല്ല ഇത് ഔട്ടാണ്, ഇല്ല ഇത് വൈഡ് ബോളിൽ ഔട്ടാക്കാൻ പറ്റില്ല. അപ്പൊ ധോണി ഇല്ല വൈഡ് ബോളിൽ നമുക്ക് സ്റ്റംപ് അത് പറ്റൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ച അല്ലെങ്കിൽ തർക്കിച്ച ഒരാളാണ് ഈ പറയുന്ന സാക്ഷി. മഹേന്ദ്ര സിംഗ് ധോണിയുടെ സാക്ഷി താരിയ. അവരുടെയൊക്കെ ആ സ്പിരിറ്റ് കാണുമ്പോൾ ഒരുപാട് പേര് ഇഷ്ടംമാതിരി ആൾക്കാർ ഏതാണ്ട് പിന്നെ വൈഭവ് സൂര്യവംശിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് ഇവരെ മാത്രം കണ്ടില്ല, നമ്മുടെ വിരാട് കോഹ്ലി ലണ്ടനിലായിരിക്കും കണ്ടില്ല, ബാക്കി എല്ലാവരും ഏതാണ്ടൊക്കെ എല്ലാവരും തലയുണ്ടായിരുന്നു, നമ്മുടെ അഭിഷേക് ശർമ്മ ഉണ്ടായിരുന്നു, എല്ലാവരും ഏതാണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഇനി ഒരു കളിയും കൂടിയേ ഉള്ളൂ. പക്ഷേ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇനി അടുത്ത കളി നടക്കാൻ പോണ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. ആ പ്രാന്ത അമ്പയറാണ് ഉള്ളത്. ഇന്ത്യ എപ്പോഴും നോക്കിക്കുന്നൊരു പ്രാന്തന്റെ ആ പേരെന്തോ പറയല്ലോ, ആ അമ്പയറാണുള്ളത്. നരേന്ദ്രമോദി നമുക്ക് എപ്പോഴും നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. അവിടെ കളിച്ച് തോക്കും എന്നുള്ളത് ഉറപ്പെട്ടാ പറയുന്നത്. അപ്പൊ എന്തോ ആയിക്കട്ടെ, ഇനിയിപ്പോ 8-ാം തീയതി ഈ ഞായറാഴ്ചയാണ് ഫൈനൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യ സുഖമായിട്ട് ജയിക്കൂടെ. സഞ്ജു ഒരു 80 അടിച്ചു കഴിഞ്ഞാൽ തീർത്ത്. പിന്നെ ബൗളിങ് വളരെ കൺസേൺ ആയിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു കേസ് ബൗളിംഗ് ആണ്. ബാക്കി എല്ലാം ശരി തന്നെയാണ്. 10, 200, 250 അടിച്ചാലും ചേസ് ചെയ്യാനുള്ള ആളുണ്ട്. പക്ഷെ ബൗളിംഗ്, ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ലോകോത്തരമായ നമ്പർ 1 ബാറ്റ്സ്മാനായ അഭിഷേക് ശർമ്മയും നമ്പർ 1 ബൗളറായ ഈ പറയുന്ന വരുൺ ചക്രവർത്തിയുമാണ് ഇന്ത്യക്ക് ഇപ്പൊ തലവേദനയായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അവരെ മാറ്റണോ? അവരെ നിലനിർത്തിക്കൊണ്ട് ഇതേ സെയിം ടീം തന്നെ കൊണ്ടുപോകുന്നു, അതോ അവരെ ആരെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ടീം കൊണ്ടുവരേണ്ടത്? അതോ ഇനി അഭിഷേക് ശർമ്മയെ ഞാൻ മുമ്പ് പറഞ്ഞതുള്ള 1 ഡൗൺ ഇറക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒന്ന് അഭിപ്രായം പറയാതിന് ശേഷം എന്റെ അഭിപ്രായമായിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് വരാം. സഞ്ജു മക്കളെ മുത്തേ ചക്കരെ, വൺസ് മോർ എക് ബാർ ഓർ, ഒരിക്കൽ കൂടി നീ ഒന്ന് അടിയടാ, നീ ഒന്ന് അടി. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.